മെൻസിൻ്റെ കുർത്ത സ്റ്റിച്ച് ചെയ്യണോ അതോ ലേഡീസിൻ്റെ കുർത്തി സ്റ്റിച്ച് ചെയ്യണോ എന്നുള്ള കുറേ ആലോചനയ്ക്ക് ശേഷം ഞാൻ ഫൈനലി കുർത്തി ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഡിഫറെൻ്റായിട്ട് പാനൽ കട്ടാണ് ഈ പ്രാവശ്യം ഞാൻ സെലക്ട് ചെയ്തത്. പാനൽ കട്ട് ചെയ്യാനായിട്ട് മെറ്റീരിയൽ എല്ലാം ഞാൻ ഫോൾഡ് ചെയ്തു, പിൻസ് എല്ലാം അറ്റാച്ച് ചെയ്തു, എല്ലാം റെഡിയാക്കി വെച്ചു, കട്ട് ചെയ്തു. പാനൽ കട്ട് എപ്പോഴും ടൈം എടുക്കുന്നതാണ്. ഇതിൻ്റെ ഓരോ പാനൽസ് റെഡിയാക്കാനായിട്ട് നമ്മൾ ഓരോന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി ടൈം ഇതിനകത്ത് നമുക്ക് പോകും. 8 പാനൽസ് ഫ്രണ്ടിലും 8 പാനൽസ് ബാക്കിലായിട്ടാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം തീർന്ന ശേഷമാണ് നമ്മളിതിൻ്റെ ആം ഹോളും എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. ഈ ഔട്ട്ഫിറ്റിൽ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ സിൽവർ കളറുള്ള ഒരു പാച്ച് നമ്മൾ നെറ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കോൺട്രാസ്റ്റ് ലുക്ക് ഈ ഔട്ട്ഫിറ്റിന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തു. അത് അയൺ ചെയ്തു. ഇതിൻ്റെ ബാലൻസ് ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.